ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്, രണ്ടറ്റങ്ങളുണ്ട്. വളരെ ശുദ്ധമായ ഒരു മാനസികാവസ്ഥയുടെ, അശുദ്ധമായ മാനസികാവസ്ഥയുടെ ഒക്കെ തലങ്ങളുള്ളതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കെപ്പോഴും വളരെ സ്റ്റെറിലൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ, സ്റ്റെറിലൈസ്ഡ് ഏരിയയിലാണ് നമ്മുടെ ഒരു സർജിക്കൽ പ്രൊസീജിയറൊക്കെ നടത്തുന്നത്. പക്ഷേ അവിടെ മെറ്റീരിയൽസിലും ആ ഒരു പേഴ്സണൽ മൂവ്മെൻറ്റിലുമൊക്കെ ആർക്കിടെക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, ലേ ഔട്ട്, അവിടുത്തെ പ്രാക്ടീസസ് നമുക്ക് ഇതിനെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയും ഒരു സ്റ്റെറിലൈസ് ചെയ്യപ്പെടാത്ത ഏരിയയും ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് അൺസ്റ്റെറൈൽ ഏരിയയും സ്റ്റെറൈൽ ഏരിയയും ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുകയും മനുഷ്യരുടെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി പ്രോഗ്രാം നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ തിയേറ്ററിലും പറ്റും. ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാമിനകത്ത് ആ മെറ്റീരിയൽ ഫ്ലോയുടെ ഏരിയാസ് പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം. ഇൻഫെക്ഷൻസിനെ നമുക്ക് ആ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, കമ്മിറ്റ്മെൻ്റാണിത്. നമുക്ക് സ്വാഭാവികമായിട്ടും 14G നമ്മളെ ആ കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ ബോധ്യപ്പെടുത്തുന്നത് സ്റ്റെറൈൽ ആൻഡ് അൺസ്റ്റെറൈൽ മെറ്റീരിയൽസ് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം അനുസരിച്ച് പ്രത്യേകമായിട്ട് ഒരു പ്രിവെൻഷൻ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ട് സെപ്പറേറ്റ് ക്ലോസ്ഡ് ട്രോളീസ് ഉപയോഗിച്ച് മൂവ് ചെയ്യുകയും ചെയ്യണം. അത് സൂക്ഷിക്കുന്ന ഏരിയകളും ആ രീതിയിലായിരിക്കണം. മനുഷ്യരുടെ ആ ഒരു മൂവ്മെൻറ്റ് എസ്പെഷ്യലി അതിനെ കൃത്യമായി ഫോക്കസ്ഡ് ആയിരിക്കണം. അതിന് നമുക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടാവണം. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. സോ COP, കെയർ ഓഫ് പേഷ്യൻസ് 14G says that patients, personnel and material flow conform to infection and prevention and control practices. നമ്മൾ തിയേറ്ററിൽ പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ മുങ്ങിപ്പോകാൻ പാടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ഒരു മാറ്ററാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോളിന് ഹോസ്പിറ്റലിൻ്റെ തിയേറ്ററിൽ എങ്ങനെയാണ് ആ ഏരിയ മാനേജ് ചെയ്യേണ്ടത്.